ഷിജുബോൺ, നമ്മൾ സഖ്യയും സർവനാമം ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ലെ? യെസ്. അപ്പൊ എന്താണ്, നമുക്കൊരു അടിപൊളിയായിട്ട് ഒരു സെന്റൻസ് എഴുതണമെങ്കിൽ സർവനാം എത്രത്തോളം അതിന് പ്രാധാന്യമുണ്ട്, സഖ്യ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ ഇവരെ കൂടാതെ ഒരാൾ കൂടി ഉണ്ടെങ്കിലേ നമുക്ക് അടിപൊളിയായിട്ട് സെന്റൻസ്, അർത്ഥവത്തായിട്ടുള്ള ഒരു സെന്റൻസ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ഒരു അർത്ഥം ഉണ്ട് അല്ലെ? നമ്മൾ ഒരു കാര്യം വിചാരിക്കും, അതായിരിക്കും നമ്മൾ നമ്മുടെ പേപ്പറിലേക്ക് എഴുതുന്നത്. പക്ഷേ വായിക്കുന്ന ആ ആൾക്കും നമ്മൾ ഉദ്ദേശിച്ച അതേ അർത്ഥം തന്നെ കിട്ടണം അല്ലെ? അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ് ആര്? യെസ്, വിഭക്തി പ്രത്യയം. ഇവരെ നമ്മൾ അറിയൽ അത്യാവശ്യമാണ്. എന്താണ് വിഭക്തി പ്രത്യയം, ഇതെവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതൊരു പക്ഷെ എന്റെ മക്കൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എന്താ, ഈ ഒരു സംഭവമാണ് നമ്മൾ പല സ്ഥലത്തും ഈ വിഭക്തി പ്രത്യയം നമുക്കറിയാം, പക്ഷെ അത് ഇന്ന സംഭവമാണ്, അത് ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ധാരണക്കുറവാണ് അധിക പേർക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, എന്താണ് വിഭക്തി പ്രത്യയം എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ് വിഭക്തി പ്രത്യയം നോക്കിക്കേ. പ്രിപ്പോസിഷൻ എന്താണ്? ഹിന്ദി ഭാഷയിലെ രണ്ട് വാക്കുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച്. ഓക്കെ, അപ്പൊ എന്താണ്, ഹിന്ദി ഭാഷയിലെ രണ്ട് വാക്കുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് വാക്യങ്ങൾ ഉണ്ടാക്കുന്നതിന്, സെന്റൻസ് ഉണ്ടാക്കുന്നതിന് സഹായകരമായി തീരുന്ന, അതായത് നമുക്ക് രണ്ട് വേർഡ്സ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒരു വാക്യം, ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏതാനും ചില ശബ്ദരൂപങ്ങളെയാണ് വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ചു, നമ്മൾ നല്ല രീതിയിൽ ആൻസർ ചെയ്യണം അല്ലെ? അപ്പൊ നമ്മൾ ആൻസർ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ മനസ്സിലൊരു ആശയം ഉണ്ട്. ഓക്കെ, നമ്മൾ ചിന്തിച്ച കാര്യം നമുക്ക് അതേ രീതിയിൽ നമുക്ക് പേപ്പറിലേക്ക് നമുക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ ഷീറ്റ്സ് ആയിക്കോട്ടെ ആരായാലും നമ്മളെ ആ ടീച്ചർക്ക് മനസ്സിലാവില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് വേർഡ്സ്, അതായത് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തമ്മിൽ, ആ വേർഡ്സ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവണം അല്ലെ? അല്ലാണ്ട് ഒരു വേർഡ് രാമു, നടന്നു, അവൻ, പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ അർത്ഥം വരണം. നമ്മൾ ചിലപ്പോൾ ഇതിന്റെയൊക്കെ ഹിന്ദി വേർഡ് ഇങ്ങനെ എഴുതി വെക്കും. രാമൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു എന്നാണ് ഒരു വേർഡ്. ഓക്കെ, അപ്പൊ രാമൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, രാമൻ പേരും മാറ്റൊന്നുമില്ല. കാട് അറിയാം. നടന്നു അറിയാം. അപ്പൊ നമ്മൾ അതിന്റെയൊക്കെ ഹിന്ദി വേർഡ് ഇങ്ങനെ എഴുതി വെച്ചു. നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം വായിക്കുന്ന ആൾക്ക് കിട്ടണമെന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ അർത്ഥം നമ്മൾ എഴുതിയ കാര്യത്തിന് കിട്ടണമെന്നുണ്ടോ? ഇല്ല. അപ്പം ഈ വാക്കുകൾ തമ്മിൽ എന്ത് വേണം, ഒരു കണക്ഷൻ വേണം അല്ലെ? ഈ വാക്കുകൾ തമ്മിൽ ഒരു ബന്ധം, ഒരു കണക്ഷൻ ഉണ്ടാവണം. അത്തരത്തിൽ രണ്ട് വേർഡ്സ് അല്ലെ, അതായത് രണ്ട് വാക്യങ്ങളെ കണക്ട് ചെയ്ത് യോജിപ്പിച്ച് എഴുതാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവയാണ് എന്താ, വിഭക്തി പ്രത്യയങ്ങൾ. ഇത് നമ്മൾ ആ ഒരു സെന്റൻസിൽ വാക്കുകൾക്കിടയിൽ ഉപയോഗിച്ചാൽ മാത്രമേ ആ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് എന്താവുന്നുള്ളൂ, പെർഫെക്റ്റ് ആയി മാറുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് വിഭക്തി പ്രത്യയങ്ങൾ എന്ന് ഇത് കാണുന്ന സമയത്ത് തന്നെ ഇതാണോ എന്ന് എന്റെ മക്കൾ ഉദ്ദേശിക്കുന്നുണ്ടാവും അല്ലെ? നമ്മൾ ചിലപ്പോ എന്ത് ചെയ്യണം, പ്രത്യേകിച്ച് അല്ലെങ്കിൽ അവിടെ തിരി പറയാം അല്ലെ? നോക്കിക്കോ, ഏതൊക്കെയാണ്? നേ കോ സേ, കാ കേ കി, മേ പർ കേ ലിയേ. അർത്ഥം അവിടെ നിൽക്കട്ടെ. ആദ്യം വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്തൊക്കെയാണ്? നേ കോ സേ, കാ കേ കി, മേ പർ കേ ലിയേ. എന്താണ്? നേ കോ സേ, കാ കേ കി, മേ പർ കേ ലിയേ. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത്. ഇനി എന്താണ് നേ? ഓക്കെ, നേ കോന്റെ അർത്ഥം എന്താണ്, സയുടെ അർത്ഥം എന്താണ്, കാക്കേക്ക് എന്താണ്, നമുക്ക് വേറെ വേറെ പഠിക്കാം. ഓക്കെ, നമ്മളെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ചിലപ്പോ എന്താണ് ചില സെന്റൻസ് എഴുതുന്ന സമയത്ത് ഓക്കെ രാമു ക അവിടെ സെറ്റ് ആണ് അല്ലെ, അപ്പൊ അവിടെ കൊടുക്കുക. അല്ലെ രാമു കീ ആണോ, രാമു കീ ഇവിടെ സെറ്റ് ആണ് അല്ലെ, അല്ലെ രാമു കെ, രാമുന്നെ, അങ്ങനെയൊക്കെ നമ്മൾ ചില വേർഡുകൾ തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഇത് മാച്ച് ആവുന്ന രീതിയിൽ നമ്മൾ എഴുതാറുണ്ട്. ഞാനൊക്കെ അങ്ങനെ എഴുതിയിട്ടുള്ള ആളാണ്. പക്ഷെ അതിന്റെ യഥാർത്ഥ അർത്ഥം അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ പലപ്പോഴും കാക്കേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ ഉപയോഗിക്കുന്നത് അല്ലെ? ഇനി മുതൽ എന്റെ മക്കൾ ആ അർത്ഥം അറിഞ്ഞുകൊണ്ട് വേണം എന്ത് സെന്റൻസിന്റെ ഇടയിൽ, വാക്കുകൾക്കിടയിൽ ഇവ ഉപയോഗിക്കാൻ. ഓക്കെ, അപ്പൊ നോക്കിക്കേടാ, നേ ഇവിടെ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല എന്ന് പറഞ്ഞു, പക്ഷേ അതിനർത്ഥം ഉണ്ട് അല്ലെ? അത് എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ പഠിക്കാം. തൽക്കാലം ഇവിടെ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കിവിടാം. തന്നെ അടുത്ത് നോക്കിക്കേടാ, കോ. നമ്മൾ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് എവിടെ
എന്ത് തുറന്നാലും ഈ കാ കേ കീ കോ കാണാത്ത ഒരു സ്ഥലം ഉണ്ടാവില്ല അല്ലെ. അധിക സ്ഥലത്തും നമ്മൾ തന്നെ എഴുതാണെങ്കിൽ കാക്കോ കീ അല്ലെ, നമ്മൾ അങ്ങനെയൊക്കെ എഴുതാറുണ്ട്. അധികം നമുക്ക് അർത്ഥം അറിയില്ലെങ്കിലും നമ്മൾ തട്ടിവിട്ട് മാച്ച് ആയിട്ട് ഈ നേ സേ ഒക്കെ ഉപയോഗിക്കണം. പക്ഷെ അതൊന്നും നമ്മൾ അധികം ഉപയോഗിക്കില്ല. പക്ഷെ നമ്മൾ ഈ കാ കേ കീ ഒന്നും വിട്ടിട്ട് നമുക്ക് ഒരു കളിയില്ല അല്ലെ. അപ്പൊ നോക്കിക്കേടാ, കോയുടെ അർത്ഥം എന്താണ്? എന്താണ്? അവൻക്ക്, അവന്, അവയെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പം അങ്ങനെ ആ രീതിയിലേക്ക് നമ്മളുടെ അത് മാറ്റി എഴുതണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? കോ ഉപയോഗിക്കാം. അപ്പൊ കോയുടെ അർത്ഥം എന്താണ്? ഓക്കെ, നെക്സ്റ്റ് സേ. സേ എന്താണ് സേയുടെ അർത്ഥം? ഇൽ നിന്ന്, കൊണ്ട്, കാൾ, ഓട്, മുതൽ. ഓക്കെ, അപ്പൊ ഇൽ നിന്ന്, കൊണ്ട്, കാൾ, ഓട്, മുതൽ. അപ്പൊ എന്താണ്? അവയിൽ നിന്ന് എന്നൊക്കെ നമുക്ക് പറയാം. ദെൻ കൊണ്ട്, അവരെ കൊണ്ട്, അല്ലെങ്കിൽ അവയെ കൊണ്ട്, ഇവരെ കൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് കാൾ, അവയേക്കാൾ, അവരെക്കാൾ, അതിനേക്കാൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ദെൻ നെക്സ്റ്റ് ഓട്, അവയോട്. ദെൻ മുതൽ, 1 മുതൽ 4 വരെ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. അങ്ങനെ ഉപയോഗിക്കാൻ നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്ന എന്താണ്? കോ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏതാ നോക്കിക്കേടാ? കാ കേ കി. കാ കേ കി. ഓക്കെ, അപ്പൊ ഈ കാ കേ കിയുടെ കേസ് എടുക്കുന്ന സമയത്ത് മൂന്നിനും സെയിം, അതായത് സെയിം മീനിങ്, ഒരേ അർത്ഥമാണ് വരുന്നത്. ഓക്കെ, എന്താണ് അർത്ഥം നോക്കിക്കേ? കാ കേ കി, ഉടെ, ഉള്ള, അവന്റെ, അവയുടെ, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല, അതിനുള്ള, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ല. അതിന് നമുക്ക് കാ കേ കി നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ കാ കേ കിയുടെ അർത്ഥം സെയിം ആണെങ്കിലും ഈ കാ കേ കി ഉപയോഗിക്കേണ്ട സ്ഥലങ്ങൾ വേറെ വേറെയാണ്. ഓക്കെ, അപ്പൊ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. പക്ഷെ എന്താണ്, ചെറിയൊരു ധാരണ ഉണ്ടാവാൻ ഇത്ര മാത്രം ആലോചിക്കുക. എന്താണ് ക എന്നുള്ളത് നമ്മൾ അധികവും യൂസ് ചെയ്യുന്നത് എന്താണ്? കാക്ക് ശേഷം എന്തായിരിക്കും വരിക? യെസ്, ഒരു പുല്ലിംഗമായിരിക്കും. എന്താണ്? പുല്ലിംഗ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏതാടാ? കീ ആണല്ലേ, കീ. ഓക്കെ, കീ എന്താണ് വരിക? സ്ത്രീലിംഗാണ് കേട്ടോ. കെക്ക് ശേഷം അധികം ഏതായിരിക്കും? സ്ത്രീലിംഗായിരിക്കും. ദെൻ നെക്സ്റ്റ് കെ ആണ്. കെ എന്താണ്? അതിനുശേഷം എന്തായിരിക്കും വരിക? ബഹുവചൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതെങ്ങനെ എവിടെ ഉപയോഗിക്കണം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ തന്നെ പഠിക്കാം. ഓക്കെ, അപ്പൊ കാക്കയ്ക്ക് അർത്ഥം ഒന്നാണെങ്കിലും അത് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങൾ വ്യത്യസ്തമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏതാടാ? മേം, ഇൽ. എന്താണ്? അവയിൽ, അതിൽ, അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ല. അതിനാണ് നമ്മൾ മേ ഉപയോഗിക്കുന്നത്. ഈ മേമിന്റെ കേസിൽ നമുക്ക് എന്താണ്? ഈ മേം എന്ന് പറഞ്ഞാൽ ഇല്ലാണ്. പക്ഷേ ഇതുപോലെ നമ്മൾ മേം എന്ന് പറഞ്ഞൊരു സർവനാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മേം എന്ന് പറഞ്ഞ സർവനാം എന്താണ്? ഞാൻ എന്നാണ് അർത്ഥം. അപ്പൊ എന്താണ്? ദേ ഇവിടെ ഒരാളെ ഉള്ളു, ഒരൊറ്റ വരയേ ഉള്ളൂ കേട്ടോ, ഒറ്റക്കൊക്കെ ഉള്ളൂ. ഇതാ നോക്കിക്കേ, മേം. ഇവിടെ 2 എണ്ണം വന്നാൽ അത് അർത്ഥം മാറി, അതെന്തായി? ഞാൻ എന്ന് മാറി. അപ്പൊ ശ്രദ്ധിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏതാണ്? അപ്പർ, മുകളിൽ. അപ്പൊ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ട റോഡിന്റെ മുകളിൽ, മേശവയുടെ മുകളിൽ എന്നൊക്കെ നമ്മൾ പറയല്ല. അപ്പൊ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? സടക് പർ എന്നൊക്കെ നമ്മൾ അധിക സ്റ്റോറീസിന് നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പം പർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേലിയെ. കേലിയെ എന്താണ്? വേണ്ടി, അവന് വേണ്ടി, അവയ്ക്ക് വേണ്ടി, അവൾക്ക് വേണ്ടി എന്നൊക്കെ നമ്മൾ പറയില്ല. അവിടെ നമ്മൾ കേലിയെ എന്ന് ഉപയോഗിക്കുന്നു. ഇത്രയും വിഭക്തി പ്രത്യയങ്ങളാണ് പ്രധാനമായിട്ടും എൻ്റെ മക്കൾ പഠിച്ചിരിക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള അതേ ആശയം നമുക്ക് അറിയാവുന്ന വേർഡ്സിനെ നമുക്ക് കണക്ട് ചെയ്ത് അടിപൊളിയായിട്ട് അർത്ഥവത്തായിട്ടുള്ള ഒരു സെന്റൻസ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? യെസ്, വിഭക്തി പ്രത്യയങ്ങൾ നമ്മൾ അറിയണം. അപ്പൊ സെറ്റ് അല്ലേ? റെഡി അല്ലേ? യെസ്. അപ്പൊ എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിഭക്തി പ്രത്യയങ്ങളാണ് പഠിച്ചത്. ഇവയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യെസ് അർത്ഥവത്തായിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് എഴുതാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഈ വിഭക്തി പ്രത്യയങ്ങൾ ഒന്നുകൂടി ഒന്ന് കണ്ണടച്ച് പറഞ്ഞേ. കോസേ, കാക്കേ, കി, മേം, പർ, കേലി. ആദ്യം അത് പഠിക്കുക, അതിനുശേഷം അതിന്റെ അർത്ഥമൊക്കെ പഠിക്കുക കേട്ടോ. അവിടേക്ക് അടുത്ത വീഡിയോ ആയിട്ട് മിസ് വരും. അപ്പൊ